ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചായയാണ്. അപ്പോൾ ചായ എന്ന് പറയുന്നത് മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. പക്ഷേ ഈ ഒരു ചായയിൽ ഒരു 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ കൂട്ടിയിട്ട് നല്ലൊരു രുചിയും നല്ലൊരു മണമൊക്കെ ഉള്ളൊരു ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചായയിലേക്ക് ഒരു 3 ഏലക്കായും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത്രയും ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി ഏലക്കായുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. നമ്മൾ എത്ര പഞ്ചസാരയാണോ ചേർക്കുന്നത് അതിൻ്റെ ഒരു പകുതി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അധികം മധുരം ഞാൻ ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മൾ ആറ്റി പതപ്പിക്കാതെ തന്നെ ചായ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് വരാൻ സഹായിക്കും നമ്മൾ ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ. അപ്പോൾ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചായപ്പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി ഏലക്കായുടെ ഒക്കെ സത്ത് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പാൽ നന്നായിട്ട് തിളപ്പിച്ച് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പാൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം രണ്ടും നല്ല ചൂടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 1 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിള വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 തിള വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നന്നായിട്ട് പതഞ്ഞ് വരുന്നത് കാണാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.